നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ താഴ്ന്നു വന്നു കഴിഞ്ഞു. 2022 150 സ്ഥാനത്ത് നിന്ന് ഇന്ത്യ 2023 ആയപ്പോൾ 164 താഴ്ന്നു. മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യം ഇന്ത്യയിൽ കുറയുന്നു എന്നതാണ് ഈ സൂചിക സൂചിപ്പിക്കുന്നത്. മാധ്യമപ്രവർത്തനത്തിന് വിലക്കുകളും വിലങ്ങുകളും ഉയർന്നു വരുന്നു. വിദേശ മാധ്യമ പ്രവർത്തകരെ നാടുകടത്തുന്നതും കൂടി വരികയാണ്. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന മാധ്യമവും മാധ്യമ പ്രവർത്തകനും ബ്ലാക്ക് ലിസ്റ്റിലാകും എന്ന ദുഷ്കരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ യാത്ര. ഇന്ത്യയിൽ ഏകാധിപത്യ പ്രവണത വർദ്ധിക്കുന്നതായി പല രാജ്യാന്തര മാധ്യമങ്ങളും ആരോപിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഹിന്ദു ദേശീയത മുഖ്യധാരയായി മാറിയെന്ന് അമേരിക്കൻ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ വിസ പുതുക്കി കിട്ടാത്തത് കൊണ്ട് ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ABC ദക്ഷിണേന്ത്യ ബ്യൂറോ ചീഫ് അവനി ഡയസ് ഇന്ത്യ വിട്ടു. വിസ പ്രശ്നത്തിൽ നോട്ടീസ് അയച്ചതിനാൽ ഫ്രഞ്ച് മാധ്യമ പ്രവർത്തക വനൈസൈ ഡോഗ്നാക്ക് ഫെബ്രുവരിയിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ഇവരുടെയൊക്കെ വിസ പ്രശ്നങ്ങൾ ഗവൺമെന്റിന് നിസ്സാരമായി പരിഹരിക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഇതെല്ലാം കേന്ദ്ര ഭരണത്തിനെതിരെ വാർത്തകൾ പുറത്തുവിടുന്നത് കൊണ്ടുള്ള പ്രതികാര നാടുകടത്തൽ തന്നെയാണ്. ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്ത വനൈസ എന്ന മാധ്യമ പ്രവർത്തക കഴിഞ്ഞ 23 വർഷങ്ങളായി ഇന്ത്യയിൽ താമസിക്കുന്നു. ഏകദേശം 30ഓളം വിദേശ മാധ്യമ പ്രവർത്തകരാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇവരുടെ എല്ലാ മാധ്യമ പ്രവർത്തനത്തിൽ കേന്ദ്രം അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന പരാതി വ്യാപകമാണ്. 2019 ടൈം മാഗസിനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് ലേഖനമെഴുതിയ ആദിഷ് തസീറിന്റെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് തന്നെ റദ്ദു ചെയ്തു. ഇദ്ദേഹത്തിന്റെ പിതാവ് പാകിസ്ഥാൻ വംശജനാണെന്നത് മറച്ചുവെച്ചു എന്നതായിരുന്നു ആരോപണം. 2022 ഡൽഹിയിലെത്തിയ ഇന്ത്യൻ വംശജനായ US മാധ്യമ പ്രവർത്തകൻ അംഗദ് സിംഗിനെ OCI കാർഡ് ഉണ്ടായിട്ടും മടക്കി അയച്ചു. അദ്ദേഹം തയ്യാറാക്കിയ ഡോക്യുമെന്ററി ഇന്ത്യ വിരുദ്ധ അജണ്ടയുടെ ഭാഗം എന്നതായിരുന്നു കുറ്റം. ഇങ്ങനെ മാധ്യമ പ്രവർത്തന രംഗത്ത് അനാവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് സത്യസന്ധമായ വാർത്തകളെ പൊതുജന മധ്യത്തിൽ എത്തിക്കുവാനുള്ള മാധ്യമധർമ്മത്തെ ഉരുക്കുമുഷ്ടികളാൽ നിയന്ത്രിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനെതിരെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ മാധ്യമ രംഗത്ത് നിന്ന് പോലും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഏറി വരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പരമപ്രധാന സുരക്ഷയെ കാത്തു സൂക്ഷിക്കുക എന്നത് മാധ്യമ ധർമ്മമാണ്. അതുപോലെ തന്നെ ഭരണകൂടമായാലും പ്രതിപക്ഷമായാലും രാഷ്ട്രീയ നെറുകേടുകൾ കാട്ടിയാൽ, അതല്ല മത സമുദായ സംഘടനകൾ വർഗീയതയോ വിഭാഗീയതയോ ഉണ്ടാക്കിയാൽ ധൈര്യപൂർവം ആ വാർത്തകളെ നിഷ്പക്ഷമായി നീതിപൂർവമായി ജനാധിപത്യ രാജ്യത്തിൻ്റെ ശക്തി കേന്ദ്രമായ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന മാധ്യമധർമ്മത്തെ അധികാരം കൊണ്ടോ ഭീഷണി കൊണ്ടോ അടിച്ചമർത്താം എന്ന് കരുതുന്നവരുടെ വിജയം താൽക്കാലികം മാത്രമാണ്. സത്യധർമ്മനീതിക്കായി മാധ്യമപ്രവർത്തകരുടെ തൂലികയും ചുണ്ടും നിരന്തരം അനസ്യൂതം ചലിച്ചുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.